നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഏറ്റവും ഇഷ്ടം എന്താണ് എന്നറിയാമോ? തീവണ്ടി യാത്രകളിലെ പുസ്തകം വായന. യാത്രയുടെ കാര്യം വന്നാൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ തീവണ്ടി യാത്രയാകും ആദ്യം തിരഞ്ഞെടുക്കുക. തീവണ്ടി യാത്രയിലാണെങ്കിൽ സ്വസ്ഥമായിരുന്നു കുറേ നേരം വായിക്കാനാകും എന്നതാണ് വി ഡി സതീശന്റെ അഭിപ്രായം. ഏതെങ്കിലും പുസ്തക പ്രകാശന ചടങ്ങിന് ക്ഷണം വന്നാൽ പോകുന്നതിന് മുൻപ് ആ പുസ്തകം വായിച്ചിരിക്കും. പുസ്തകം വായിക്കാതെ പ്രകാശനത്തിന് പോകുന്നതിന് അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങളായി സതീശന്റെ കൂടെയുള്ള സ്റ്റാഫുകളിൽ ഒരാളായ വി എം അൻസാറിന് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് നന്നായി അറിയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 2025 വായിച്ചത് 60 പുസ്തകങ്ങളാണ്. സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം തന്നെയാണ് ഈ പുസ്തകങ്ങളുടെ പട്ടിക പങ്കുവച്ചത്. അതിൽ 22 ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ്. തിരക്ക് ഏറെ ഉണ്ടായിരുന്ന വർഷമായിരുന്നു 2025. തദ്ദേശ തെരഞ്ഞെടുപ്പും യാത്രകളും എല്ലാം ചേർന്ന തിരക്ക് വായനയെ ബാധിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു. ആഗ്രഹിച്ചതെല്ലാം വായിക്കാൻ സാധിച്ചില്ലെങ്കിലും തിരക്കുകൾക്കിടയിലും കുറെ നല്ല പുസ്തകങ്ങൾ വായിക്കാനായത് സന്തോഷവും ഊർജ്ജവും നൽകി. കുറേയേറെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു എന്നും സതീശൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അറിവിന്റെയും ആനന്ദത്തിന്റെയും പുതുലോകം പകർന്ന എഴുത്തുകാർക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളുടെ പട്ടികയും പങ്കുവച്ചിട്ടുണ്ട്. പുതിയ പുസ്തകങ്ങൾ നിർദ്ദേശിക്കാനും വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ആവശ്യപ്പെട്ടു. നിരവധി പേരാണ് സതീശന്റെ വായനയെ പ്രശംസിച്ച് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ കാണണം, സമയം ഒട്ടുമില്ലാത്ത ഒരാളുടെ വായനാ ലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ അച്ഛനെ കുറിച്ച് യാതൊരു പരാതിയുമില്ല. ലഭിക്കുന്ന സമയം ക്വാളിറ്റി ടൈം ഫാമിലിയുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് ഈ അമ്മയും മകളും പറയുന്നത്. തിരക്കുകൾക്കിടയിൽ നിന്ന് അവധിയെടുത്ത് യാത്ര എപ്പോഴും സാധിക്കാറില്ലെങ്കിലും വീണ് കിട്ടുന്ന യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ. നമുക്കറിയാം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സതീശനും കുടുംബവും നടത്തിയ വനയാത്ര കേരളം കൗതുകത്തോടെ ശ്രദ്ധിച്ച യാത്രയാണ്. പാർട്ടി നേതാക്കളെ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് കുടുംബത്തോടൊപ്പം പീരുമേട്ടിലെ കുട്ടിക്കാനത്തേക്ക് അദ്ദേഹം യാത്ര പോയത്.